നമ്മുടെ ചടയമംഗലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജഡായുപ്പാറയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിലടക്കം നമ്മുടെ MC റോഡിൻ്റെ ഓരത്തിനോട് ചേർന്നുള്ള ഒരു പാറ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പഞ്ചായത്ത് എന്തോ അനധികൃതമായി അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്ന് ഉള്ള വാർത്തകൾ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഉൾപ്പെടെ വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലൈവ് വാർത്തയിലേക്ക് വരാൻ ഉണ്ടായ സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ MC റോഡിനോട് ചേർന്ന് അവിടെ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ തരികയും ആ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്ത് പെർമിറ്റ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ബിൽഡിംഗ് വെക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ആ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനോടൊപ്പം അവിടെ മണ്ണെടുത്ത് മാറ്റുന്നതിന് കൂടി പഞ്ചായത്തിൽ അപേക്ഷ വന്നിരുന്നു. അപ്പം 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്ങിൻ്റെ പെർമിറ്റിന് മണ്ണെടുക്കുന്നതിന് പഞ്ചായത്തിന് അനുമതി കൊടുക്കാം. അത്തരത്തിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയുള്ള അനുമതി പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത് അവർ പണി തുടങ്ങിയ സാഹചര്യത്തിലാണ് കുറച്ച് മണ്ണ് മാറ്റിയപ്പോൾ അടിയിലോട്ട് പാറയാണെന്ന് കാണുകയും അവർ നേരെ അതിൻ്റെ ഉടമസ്ഥൻ നേരെ മൈനിങ് ആൻഡ് ജിയോളജിയിൽ പോവുകയും അവിടെ നിന്ന് ഈ ബിൽഡിങ് വെക്കുന്നതിന് വേണ്ടി മാത്രം അതിനു വേണ്ടിയുള്ള ആവശ്യത്തിലേക്കായതുകൊണ്ട് 3000 സ്ക്വയർ ഫീറ്റിൽ നിർത്തിക്കൊണ്ട് പാറ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് പാറ മാറ്റുന്നതിന് ജിയോളജിയിൽ നിന്ന് അവർക്ക് പെർമിറ്റ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന സ്ഥലത്ത് പാറ ഖനനം നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായി പ്രാദേശിക വിഷയമായി ഒപ്പം തന്നെ നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ചടയമംഗലത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ ജഡായുപ്പാറയുടെ അടിഭാഗത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നും അത് ഇനി ഒരു വയനാട് ആവർത്തിക്കരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഞങ്ങളുടെ കൂടി മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ എങ്കിലും ഞാൻ എടുത്തു പറയുന്നു, ഈ പാറ ഖനനത്തിനൊന്നും പഞ്ചായത്തല്ല അനുമതി കൊടുക്കുന്നത്. ഇതുപോലുള്ള ജിയോളജിയുടെ പെർമിറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ പാറ ഖനനം നമ്മുടെ മിക്ക പഞ്ചായത്തുകളിലും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി പഞ്ചായത്ത് ഒറ്റക്കെട്ടായി ഇറങ്ങുകയും ഇന്ന് തന്നെ ഞങ്ങൾ ജിയോളജിയിലും അതുപോലെ കളക്ടറേറ്റിലും അടക്കം പോവുകയും നമ്മുടെ റവന്യൂ മിനിസ്റ്റർക്ക് അടക്കം ഞങ്ങൾ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജിയോളജിയിൽ പോയി അതുപോലെ കളക്ടറേറ്റിൽ പോയി കളക്ടറെ നേരിൽ കണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രശ്നം അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് ഇതിവിടെ നിർത്തിവെക്കുകയും നാളെ പരിശോധിച്ചതിന് ശേഷം അവിടെ വയലേഷൻ നടന്നിട്ടുണ്ടോ, അവിടെ ഇപ്പം നിലവിൽ പാറ ഖനനം ചെയ്താൽ ആ ഖനനം ചെയ്യുന്ന പാറയെ അവിടെ കൂട്ടിയിട്ടതിന് ശേഷം ജിയോളജി നടക്കം ആൾ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറ്റെന്ത് പ്രവൃത്തികളും ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് അവിടെ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഖനനം ചെയ്ത പാറ വണ്ടി ഉപയോഗിച്ച് കയറ്റി പോകുന്നു എന്നൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന് പരാതി ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇതിൻ്റെ പരിശോധന അടക്കം അവിടെ കാണും. ആ പരിശോധനയിൽ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള വയലേഷൻ നടന്നിട്ടുണ്ട് എങ്കിൽ